എല്ലാ കാര്യങ്ങളിലും അനിവാര്യമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞായി ജനിക്കുന്നു, പ്രായം ചെന്ന ഒരാളായി മരിക്കുന്നു, അഥവാ ഈശ്വരനുമായി വിലയം പ്രാപിക്കുന്നു. ഒരു കൊച്ചുകുട്ടിയെ പടിപടിയായി ഉയർത്തി ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കുന്ന സായുജ്യത്തിലേക്ക് നയിക്കുന്ന അതിന് ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണ് ദൈവദശകം. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം. അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായേ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും ഓർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ്. ഭഗവാനേ ജയിക്കുക ജയിക്കുക മഹാദേവാ, ദീനാവനപരായണ. ജയിക്കുക ചിദാനന്ദ, ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തസ്സത്. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. ഓം. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി മറ്റുള്ളവർക്ക് മാതൃക കാട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏത് ശ്രമത്തിനും ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ശ്രീനാരായണ മിഷന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് അതിൻ്റെ ഓരോ പ്രവർത്തകരെയും പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.